നമസ്കാരം. ഇപ്പോൾ ബലൂചിസ്ഥാനിൽ അവർ പാകിസ്ഥാനുമായിട്ട് വിഘടിച്ച് മാറി ബലൂചിസ്ഥാൻ റിപ്പബ്ലിക് അല്ലെങ്കിൽ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന രീതിയിൽ സ്വതന്ത്ര രാജ്യം രൂപീകരിച്ചതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. അതിൻ്റെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് താനും. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പൊതുവെ വലിയ രീതിയിലൊരു പ്രചാരണം നടക്കുന്നു. ഇത് ഒരു എന്താ പറയുക, സുവർണ അവസരമാണ്. ഇന്ത്യ സൈന്യത്തെ അയച്ച് ബലൂചിസ്ഥാനെ മോചിപ്പിക്കണം. കാരണം മുമ്പ് നമുക്ക് ബംഗ്ലാദേശിനെ ഇത്തരത്തിൽ വിമോചനം നടത്തി കിഴക്കൻ പാകിസ്ഥാനെ ബംഗ്ലാദേശാക്കി മാറ്റിയ ഒരു ചരിത്രമുണ്ടല്ലോ. അപ്പോൾ ഇന്ത്യ ഈ കാര്യത്തിൽ ബലൂചിസ്ഥാനിൽ സൈനികമായി ഇടപെടുമോ ഇല്ലയോ, ഇടപെടണം എന്ന വലിയൊരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ സാധ്യത എന്താണ്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ വിശദമായി കേൾക്കുക. ഏതെങ്കിലും തരത്തിൽ ബലൂചിസ്ഥാനിൽ ഇന്ത്യൻ സൈന്യം ഇറങ്ങുമോ? ഒറ്റ ചോദ്യം, അതിനൊറ്റ ഉത്തരം സാധ്യത ഇല്ല എന്ന് തന്നെയാണ്. അതിന് കാരണങ്ങൾ പലതാണ്. അതിൻ്റെ പ്രധാന കാരണം, ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അതിർത്തി പ്രദേശത്തുള്ള ഒരു സ്ഥലമല്ല. ഇപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്നത്, കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമ ബംഗാളിൻ്റെ ഭാഗമായിരുന്ന വിഭജനത്തിൽ മാറിപ്പോയ ഒരു സ്ഥലമാണ്. അപ്പോൾ തൊട്ടടുത്ത സ്ഥലമായിരുന്നു. പക്ഷേ ബലൂചിസ്ഥാൻ അത്തരത്തിലുള്ളതല്ല. ബലൂചിസ്ഥാൻ അതിർത്തി പങ്കിടുന്നത് ഇറാനും അഫ്ഗാനിസ്ഥാനും അറബിക്കടലുമായിട്ടാണ്. ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നില്ല. അപ്പോൾ അവിടെ സൈനികമായി ഇടപെടണമെങ്കിൽ തന്നെ പാകിസ്ഥാൻ്റെ ഭൂപ്രദേശങ്ങൾ മറികടന്ന് അങ്ങോട്ടേക്ക് എത്തേണ്ടി വരും. അപ്പം അതിന് ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. കരമാർഗം അങ്ങോട്ടേക്ക് എത്താൻ പറ്റില്ല. ആകാശമാർഗം പോവുക എന്ന് പറയുന്നത് അത്യന്തം ശ്രമകരമാണ്. അത് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഫലം കിട്ടിയെന്നും വരില്ല. അപ്പോൾ ആ രീതി അത് ബുദ്ധിപരമല്ല എന്ന് തന്നെ പറയണം. ഇനി അതിന് നയതന്ത്രപരമായ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. കാരണം ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് അവർ സ്വതന്ത്രമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എങ്കിലും അത് പാകിസ്ഥാൻ എന്ന് പറയുന്ന പരമാധികാര രാജ്യത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യയുടെ പൊതുവിലുള്ള രാഷ്ട്രീയ നയവും സംസ്കാരവും അനുസരിച്ച് ഒരു രാജ്യത്തിൻ്റെ, അത് എത്ര വലിയ ശത്രു രാജ്യമാണെങ്കിൽ പോലും, പാകിസ്ഥാൻ ആണെങ്കിൽ പോലും, അവരുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന യാതൊരുവിധ നിലപാടും എടുക്കില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇപ്പോൾ ചോദിക്കും, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പാകിസ്ഥാനിൽ പോയി ആക്രമണം നടത്തിയിരുന്നില്ലേ, അത് അവരുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യലല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇന്ത്യക്ക് പറയാൻ കൃത്യമായ ന്യായീകരണമുണ്ട്. ഇന്ത്യ നടത്തിയത് പാകിസ്ഥാനെതിരെയുള്ള അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ സൈനിക സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ആക്രമണമല്ല നടത്തിയത്, അവിടെയുള്ള ഭീകരവാദ കേന്ദ്രങ്ങൾക്ക് നേരെ. അതും ഒരു തുറന്ന യുദ്ധമല്ല ഇന്ത്യ നടത്തിയത്. കൃത്യമായി തുടങ്ങി കൃത്യമായി അവസാനിപ്പിച്ച ഒരു മിലിറ്ററി ആക്ഷനാണ് എടുത്തത്. അല്ലാണ്ട് ഒരു സമ്പൂർണ്ണമായ സൈനിക നടപടി അല്ലെങ്കിൽ ഒരു യുദ്ധപ്രഖ്യാപനമല്ല ഇന്ത്യ നടത്തിയത്. അപ്പോൾ ആ രീതിയിൽ ബലൂചിസ്ഥാനിലേക്ക് ഇന്ത്യ സൈന്യത്തെ അയക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. മറ്റൊന്ന്, ഈ രീതിയിൽ ഇന്ത്യ സൈന്യത്തെ അയച്ചാൽ അവിടെ ഇന്ത്യയുടെ ആഗോളതലത്തിലുള്ള പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലുണ്ടാകും. കാരണം ഇന്ത്യയുടെ പൊതു നിലപാട് ചേരിചേരാ നയമാണ്, അല്ലെങ്കിൽ സംയമനത്തിൻ്റെ അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ പാത പിന്തുടരുന്ന രാഷ്ട്രമാണ്. അങ്ങനെയുള്ളൊരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തിലേക്ക് കടന്നു കയറുക എന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ ലോകമെമ്പാടുമുള്ള പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിക്കുന്ന സംഗതിയാണ്. ഇനി ബംഗ്ലാദേശിൽ രൂപീകരണം 1971 നടന്ന ബംഗ്ലാദേശ് വിമോചന യുദ്ധം, അന്നുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. അന്ന് ഇന്ത്യയും പാകിസ്ഥാനും സൈനികമായി സജ്ജമായിരുന്നെങ്കിലും ഇന്ന് ഈ പറയുന്ന ഇന്ത്യയും പാകിസ്ഥാനും ആണവ രാഷ്ട്രങ്ങളാണ്. അപ്പോൾ പാകിസ്ഥാനെ വെല്ലുവിളിച്ചുകൊണ്ട് ബലൂചിസ്ഥാനിൽ നമ്മൾ സൈനികമായി ഇടപെട്ടാൽ ഒരു പക്ഷേ അതൊരു ആണവ യുദ്ധത്തിലേക്ക് വഴിമാറിപ്പോകാൻ സാധ്യത തള്ളിക്കളയാനാകില്ല. പിന്നെ അതിലും പ്രധാനപ്പെട്ട സംഗതി, ഈ ബലൂചിസ്ഥാനിൽ ചൈനയുടെ, അതായത് പാകിസ്ഥാൻ ചൈന സാമ്പത്തിക ഇടനാഴി പദ്ധതി പ്രകാരം ചൈനയുടെ വലിയ നിക്ഷേപം നടക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഇന്ത്യ അവിടെ സൈനികമായി ഇടപെട്ടാൽ തീർച്ചയായിട്ടും ചൈനീസ് പൗരന്മാരുടെ ജീവന് ഭീഷണി ഉള്ളതുകൊണ്ട് ചൈന ഈ യുദ്ധത്തിലേക്ക് വലിച്ച് ഇഴയ്ക്കപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സംഘർഷം, നേരത്തെ തന്നെ ചൈനയും പാകിസ്ഥാനുമായിട്ട് വലിയ രീതിയിൽ പ്രതിരോധ രംഗത്ത് സഹകരിക്കുന്ന രണ്ട് രാഷ്ട്രങ്ങളാണ്. അപ്പോൾ ചൈനയും പാകിസ്ഥാനും സംയുക്തമായിട്ട് ഒരു യുദ്ധമുന്നണിയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് അത്ര പന്തിയല്ല കാര്യങ്ങൾ. അത് വലിയ രീതിയിലുള്ള ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇത്തരം പ്രായോഗികത പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇന്ത്യ ഒരിക്കലും ഒരു സൈനിക നടപടിയിലേക്ക് പോവില്ല. നിലവിൽ ബലൂചിസ്ഥാൻ അനുകൂലികൾ അല്ലെങ്കിൽ ബലൂചിസ് ലിബറേഷൻ ആർമി എല്ലാം ഇന്ത്യയുടെ സഹായം നിരന്തരമായി അഭ്യർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ഒരു കാരണവശാലും ഈ കാര്യത്തിൽ ഔദ്യോഗിക തലത്തിൽ അവരെ പിന്താങ്ങുന്ന തരത്തിൽ യാതൊരു നിലപാടും എടുക്കില്ല. അതിനും കൃത്യമായ കാരണമുണ്ട്. കാര്യം, പാകിസ്ഥാൻ ആരോപിക്കുന്നത്
ഇപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമി എന്ന് പറയുന്നത് പല രാജ്യങ്ങളുടെയും കണ്ണിൽ അതൊരു നിരോധിത സംഘടനയാണ്. അമേരിക്ക അതൊരു അന്താരാഷ്ട്ര ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു സംഘടനയെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യ നിലപാടെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ ഇന്നോളം എടുത്തിരിക്കുന്ന നിലപാടുകളുടെ ഘടകവിരുദ്ധമായത് ചിത്രീകരിക്കപ്പെടും. കാരണം ഭീകരതയ്ക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. അങ്ങനെയുള്ള ഒരു രാജ്യം ബലൂജ് ലിബറേഷൻ ആർമിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നിലപാടെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതുവരെയുള്ള നയപരിപാടികളുടെ വ്യതിയാനമായി അത് മാറും. പിന്നെ നമുക്ക് ഇക്കാര്യത്തിൽ നമ്മുടെ വാദമുഖങ്ങൾ ഉന്നയിക്കുന്നതിൽ പരിമിതികൾ ഉണ്ടാകും. പിന്നെ ഈ രീതിയിൽ ബലൂജ് ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തെ ഇന്ത്യയാണ് പിന്തുണയ്ക്കുന്നത് എന്നുള്ളത് പാകിസ്ഥാൻ നിരന്തരം ആക്ഷേപിക്കുന്നതാണ്, അല്ലെങ്കിൽ ആരോപിക്കുന്നതാണ്. അപ്പം നമ്മൾ പരസ്യമായി അവരെ പിന്തുണയ്ക്കുന്ന നിലപാടെടുത്താൽ പാകിസ്ഥാൻ്റെ ആ ആരോപണത്തെ സാധൂകരിക്കുക കൂടെ ചെയ്യും. അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ട് നേരിട്ട് നമ്മൾ അവിടെ ഒരു സൈനിക നടപടിക്ക് മുതിരില്ല എന്നുള്ളത് അറിയണം. ഇനി മുൻകാലങ്ങളിൽ ഇന്ത്യക്ക് ഇതായിരുന്നില്ല ഇന്ത്യയുടെ സമീപനം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബംഗ്ലാദേശ് രൂപീകരണം, കിഴക്കൻ പാകിസ്ഥാൻ. നമ്മുടെ ഇന്ത്യ വിഭജന കാലത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന മുസ്ലിം രാഷ്ട്രം 2 കഷണമായിട്ടാണ് വിഭജിക്കപ്പെട്ടത്. അതൊന്ന് പടിഞ്ഞാറൻ പാകിസ്ഥാൻ, ഇപ്പോഴുള്ള യഥാർത്ഥ പാകിസ്ഥാൻ, ഒന്ന് കിഴക്കൻ പാകിസ്ഥാൻ, ഇപ്പോഴത്തെ ബംഗ്ലാദേശ്. നമ്മുടെ ബംഗാൾ വിഭജിച്ചാണ് കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ്, ഇപ്പോഴത്തെ ബംഗ്ലാദേശായിട്ട് മാറിയത്. അപ്പോൾ ഈ 2 കഷ്ണമായി കിടക്കുന്നത് കൊണ്ട് തന്നെ 2 ഭാഗത്തും സാംസ്കാരികമായി വലിയ അന്തരമുണ്ടായിരുന്നു. കാരണം ഈ പടിഞ്ഞാറൻ പാകിസ്ഥാനിലുള്ള ഇപ്പോഴത്തെ പാകിസ്ഥാനിൽ ഉറുദു സംസാരിക്കുന്നവരാണ് കൂടുതൽ, കിഴക്കൻ പാകിസ്ഥാനിലുള്ളവർ ബംഗാളി ഭാഷ സംസാരിക്കുന്നവരാണ്. അപ്പോൾ സാംസ്കാരികമായി ഒരു അന്തരം അവരുടെ രാഷ്ട്രീയത്തിലും പ്രതിഫലിച്ചു. ഇപ്പോൾ പാകിസ്ഥാനിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ആയിരുന്നില്ല കിഴക്കൻ പാകിസ്ഥാനിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം. കിഴക്കൻ പാകിസ്ഥാനിൽ അവാമി ലീഗ്, നമ്മുടെ ഷെയ്ഖ് ഹസീനയുടെ പിതാവിൻ്റെ പാർട്ടി, മുജീബ് റഹ്മാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടി അവാമി ലീഗിനായിരുന്നു വലിയ ശക്തി ഉണ്ടായിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് 2 ഒരേപോലെ നടന്നു. ഈ അവാമി ലീഗിന് വലിയ ഭൂരിപക്ഷം കിട്ടി. അങ്ങനെ അവർക്ക് ഭരണം കിട്ടുന്ന ഒരവസ്ഥ വന്നപ്പോൾ പടിഞ്ഞാറൻ പാകിസ്ഥാനുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇവർക്ക് ഭരണം കൈമാറാനായിട്ടുള്ള വിസമ്മതം പ്രകടിപ്പിച്ചു. അങ്ങനെ നേരത്തെ തന്നെ 2 കൂട്ടരും തമ്മിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഈ തർക്കങ്ങൾ വലിയ തുറന്ന പോരാട്ടത്തിലേക്ക് വന്നു. അവിടെ തന്നെ ഈ മുക്തിബാഹിനി എന്ന തരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ടു പോകണം എന്ന് പറയുന്ന ഒരു വിഘടന സ്വഭാവമുള്ള ഒരു പ്രസ്ഥാനം അവിടെ ഉയർന്നു വന്നിരുന്നു. അതിന് ഇന്ത്യ വലിയ രീതിയിലുള്ള പിന്തുണയും അവർക്ക് നൽകിയിരുന്നു. അത് സൈനികമായ പരിശീലനമടക്കം നൽകിയിരുന്നു. ഈ സമയത്ത് ഈ മുക്തിബാഹിനി ആൾക്കാരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ അവിടെ ഒരു സൈനിക നടപടി തന്നെ തുടങ്ങി വെച്ചു. അപ്പോൾ അതിൻ്റെ പേര് ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്നാണ്. അപ്പോൾ ഇങ്ങനെ സൈനിക നടപടി തുടങ്ങിയപ്പോൾ ഏതാണ്ട് 1 കോടിയിലധികം വരുന്ന ബംഗ്ലാദേശികൾ, അല്ലെങ്കിൽ പഴയ കിഴക്കൻ പാകിസ്ഥാനിലുള്ളവർ, അവർ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. അത് നമ്മുടെ ബംഗാളിലേക്കും അസമിലേക്കും അടക്കം പലായനം ചെയ്തു. അപ്പോൾ അങ്ങനെ അഭയാർത്ഥികൾ വരുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷയ്ക്കും ഭക്ഷ്യസുരക്ഷയ്ക്കും വലിയ ഭീഷണിയായതുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്നുള്ള ചിന്ത അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിക്കുണ്ടായിരുന്നു. ഇതുകൂടാതെ നമ്മുടെ പടിഞ്ഞാറൻ അതിർത്തിയിലുള്ള, അതായത് ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ അതിർത്തി മേഖലയിലുള്ള വ്യോമതാവളങ്ങളിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം കൂടി നടത്തിയതോടുകൂടി പിന്നെ ഇന്ത്യ ഒരു സമയം പോലും അമാന്തിച്ചില്ല. ഇപ്പോഴത്തെ ബംഗ്ലാദേശിലേക്ക്, അല്ലെങ്കിൽ പഴയ കിഴക്കൻ പാകിസ്ഥാനിലേക്ക് സൈനിക നടപടി തുടങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ 13 ദിവസം കൊണ്ട്, വെറും 13 ദിവസം കൊണ്ട് പാകിസ്ഥാൻ സേനയെ അടിയറവ് പറയിച്ച് നമ്മൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാഷ്ട്ര രൂപീകരണത്തിന് വഴി തുറക്കുകയും ചെയ്തു. ഈ സമയത്ത് കുറേ സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് അമേരിക്ക നിലപാടെടുത്തു. അവരുടെ 7ാം കപ്പൽപ്പട ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് തടയിടാൻ ലക്ഷ്യമാക്കി വന്നു. പക്ഷേ ഈ സംഭവങ്ങൾക്ക് തൊട്ട് 1 മാസം മുമ്പാണ് നമ്മൾ റഷ്യയുമായിട്ട് 20 വർഷത്തോളം നീളുന്ന പ്രതിരോധ സഹകരണ കരാറുണ്ടാക്കിയത്. ആ കരാർ പ്രകാരം ഒരു രാജ്യത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ സ്വന്തം രാജ്യത്തിനെതിരെയുള്ള ആക്രമണമായി കണ്ട് പരസ്പരം സഹകരിക്കുമെന്നുള്ളതായിരുന്നു ആ കരാറിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഇത് പ്രകാരം റഷ്യ അവരുടെ ആണവ അന്തർവാഹിനികളും കപ്പലുകളും നമ്മുടെ ബംഗാൾ ഉൾക്കലോട്ട് അയച്ചതോടുകൂടി ഈ അമേരിക്കയുടെ 7ാം കപ്പൽപ്പടയ്ക്ക് ഇങ്ങോട്ടേക്ക് മുന്നേറാൻ സാധിച്ചില്ല. അമേരിക്ക മാത്രമല്ല, ബ്രിട്ടൻ്റെയും കപ്പലുകൾ വന്നിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇവർക്കൊക്കെ മടങ്ങിപ്പോകേണ്ടി വന്നു. അങ്ങനെ ഇന്ത്യ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാഷ്ട്രം രൂപീകരിക്കുന്നതിലേക്ക് ലക്ഷ്യം കാണുകയും ചെയ്തു. ഇത് ബംഗ്ലാദേശിൻ്റെ കാര്യമാണ്. ഇനി ശ്രീലങ്കയിലും ഇന്ത്യ സൈനികമായി ഇടപെട്ട ഒരു ചരിത്രമുണ്ട്. അത് നടക്കുന്നത് 87-ലാണ്. അവിടെ നമുക്ക് ശ്രീലങ്കയിൽ അറിയാമല്ലോ, അവിടെ ഈ തമിഴ് ഈളം രൂപീകരിക്കണം, അല്ലെങ്കിൽ തമിഴന്മാർക്ക് പ്രത്യേക പ്രദേശം രൂപീകരിക്കണമെന്ന് പറഞ്ഞ് തമിഴ് സിംഹള വംശീയ പോര് അവിടെ നടന്നത്, അല്ലെങ്കിൽ LTTയും അവിടുത്തെ
ശ്രീലങ്കൻ ഭരണകൂടവുമായിട്ട് വലിയ ആഭ്യന്തര സംഘർഷം നടന്നിരുന്നു. അപ്പോൾ അവിടെ ഈ തമിഴ് ഭരണകൂടം ചൈനയുടെയും അല്ലെങ്കിൽ അമേരിക്കയുടെയൊക്കെ സഹായം തേടുന്നൊരവസ്ഥ വന്നു. ഞങ്ങളുടെ ഇവിടെ സമാധാനം പാലിക്കണം. ഇന്ത്യ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സമാധാനകാംക്ഷിയായിരിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ ചൈനയും അമേരിക്കയും പോലുള്ള കക്ഷികളൊക്കെ ശ്രീലങ്കയിലേക്ക് കടന്നു കയറിയാൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ പാകിസ്ഥാൻ പോലും അവിടെ അവരെ സഹായിക്കാൻ വന്നു എന്നിരിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് വലിയ സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന് മനസ്സിലാക്കി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ശ്രീലങ്കയിലേക്ക് സൈന്യത്തെ അയച്ചു. പക്ഷേ ആ സൈന്യത്തിൻ്റെ ഉദ്ദേശം ഇന്ത്യ പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്നാണ്, സമാധാന സേനയാണ്. അപ്പോൾ ഇത് പ്രകാരം ഉണ്ടാക്കിയ ഉടമ്പടി ശ്രീലങ്കൻ സേന അവരുടെ ബാരക്കിലേക്ക് മടങ്ങിപ്പോകും. പകരം നമ്മുടെ തമിഴ് അല്ലെങ്കിൽ LTT അവർ ആയുധം വെച്ച് കീഴടങ്ങണം, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വരെ സമാധാനം തുടരണം എന്നുള്ളതായിരുന്നു ആ ഒരു നിലപാട്. പക്ഷേ ഈ LTT അവരുടെ ഉറപ്പിൽ നിന്ന് പിന്നോക്കം പോയി, അവർ ആയുധം വെച്ച് കീഴടങ്ങിയില്ല. വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ ഇന്ത്യൻ സേനയുമായിട്ടുണ്ടായി. ഇന്ത്യൻ സേനയ്ക്ക് വലിയ നഷ്ടങ്ങളുണ്ടായി. ഏതാണ്ട് 1000-ഓളം പേർ അവിടെ നിന്ന് കൊല്ലപ്പെട്ടു. അങ്ങനെ ഇന്ത്യൻ സേനയ്ക്ക് അവിടെ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. അപ്പോൾ ഇതിൻ്റെ പ്രതികാരം എന്ന നിലയിലാണ് 91 രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വവും ഉണ്ടായത്. പിന്നെ മ്യാൻമറിലും മാലിദ്വീപിലും ഒരു ഭരണ അട്ടിമറിക്ക് സാധ്യത ഉണ്ടായപ്പോൾ 88 അവിടുത്തെ പ്രസിഡൻ്റായിരുന്ന മാമൂൻ അബ്ദുൽ ഗയും ഇന്ത്യൻ സേനയുടെ സഹായം തേടി. അങ്ങനെ ശ്രീലങ്കൻ തമിഴരാണ് അവിടെ ഭരണ അട്ടിമറിക്ക് ശ്രമിച്ചത്. അങ്ങനെ ഇന്ത്യൻ സേന അവിടെ പാരാട്രൂപ്പർമാരെത്തിയതോടുകൂടി അവർ പിൻവാങ്ങിയ ഭരണ അട്ടിമറി ഒഴിവാക്കിയൊരു ചരിത്രമുണ്ട്. ഭൂട്ടാനിൽ ഈ കഴിഞ്ഞ കാലയളവ് 2017 ചൈന ഡോങ്ക്ലാം എന്ന് പറയുന്ന പ്രദേശത്ത്, ഭൂട്ടാൻ്റെ പ്രദേശത്ത് റോഡ് നിർമ്മാണത്തിന് ചെന്നു. അവിടെ ഇന്ത്യൻ സേനയാണ് അവിടെ പ്രതിരോധം തീർത്തത്. ഒരു 73 ദിവസം ഇന്ത്യൻ സേനയും ചൈനയുടെ സേനയും മുഖാമുഖം നിന്ന് അവസാനം ഇന്ത്യയുടെ ചെറുത്തുനിൽപ്പ് മനസ്സിലാക്കി ചൈനീസ് സേന അവിടുന്ന് താൽക്കാലികമായി ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. അങ്ങനെ വിദേശ മണ്ണിൽ ഇന്ത്യ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു യുദ്ധത്തിന് വേണ്ടിയല്ല. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ കാര്യം വിടുക, ഈ പുതിയ കാലഘട്ടത്തിൽ ഒരു യുദ്ധം ഉണ്ടാക്കാൻ വേണ്ടി, പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് സൈനികമായി ഇടപെട്ട ചരിത്രം ഇന്ത്യക്കില്ല. അല്ലെങ്കിൽ ഇന്ത്യയുടെ പൊതു സമീപനവും അതുതന്നെയല്ല. നമ്മൾ ഒരു എന്താ പറയുക, ഒരേ വിവിധ ചേരികളിലുള്ള വിവിധ രാജ്യങ്ങളുമായി ഒരേ സമയം സഖ്യം ചേരുക എന്നുള്ളൊരു നയത്തിലാണ് നമ്മളിപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ബലൂചിസ്ഥാനിൽ എന്ത് വലിയ രാഷ്ട്രീയ അട്ടിമറി നടന്നാലും അല്ലെങ്കിൽ എന്ത് വലിയ മുന്നേറ്റം നടന്നാലും അതിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുക എന്നതിനപ്പുറം അതിൽ കയറി പങ്കാളിയാവുക എന്നുള്ളൊരു നയം ഇന്ത്യ എടുക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്.